സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ശൗര്യക്കുട്ടി ഉദാസീനനായി കടപ്പുറത്തേക്ക് നടന്നു പോകുന്നത് കണ്ടിട്ട് മറിയമ്മ കുഞ്ഞണ്ണിയോട് പറഞ്ഞു, ശൗര്യയുടെ ചുണ കെട്ടുപോയല്ലോ, അവനെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ജെറമി പോയേ പിന്നെ അവനിങ്ങനെയാ മറിയമ്മേ, അവന് വലിയ വിഷമമായി പോയി. നേരാണ് കേട്ടാ, തൊണ്ടം ബ്ലാക്കിലെ ജെസ പറയണ കേട്ട് ജെറമി ചായൻ മരിച്ചപ്പം ശൗര്യയുടെ അത്ര സങ്കടപ്പെട്ടൊരാള് ഈ ഭൂമിയിലില്ലാന്ന്. മറിയമ്മ അത് ശരിവെച്ചു. ശവക്കോട്ടയ്ക്ക് കൊണ്ടുപോകാനെടുത്തപ്പം ജെറമീൻ്റെ വീട്ടുകാർ പോലും അത്ര കരഞ്ഞിട്ടില്ല. ശവക്കോട്ടയിലെ മതിലേ ചാരി ഒറ്റയ്ക്ക് നിന്നോണ്ട് കരയുന്ന കണ്ടിട്ട് എമിലിയ പോയി കൂട്ടിക്കൊണ്ടുവന്നേ, കുഞ്ഞണ്ണ പറഞ്ഞു. ജെറമി ചായൻ്റെ ശവസംസ്കാരം നടന്ന ദിവസം ശൗര്യക്കുട്ടിയുടെ സങ്കടം എത്രയെന്ന് ചെല്ലിക്കടപ്പുറംകാരെല്ലാം കണ്ടതാണ്. എന്താണ് അവർ തമ്മിലുണ്ടായിരുന്ന അഗാധ ബന്ധത്തിൻ്റെ പൊരുളെന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല. ജെറമി ചായൻ്റെ മരണശേഷം ശൗര്യക്കുട്ടി ആദ്യമായി കടപ്പുറത്തേക്ക് പോവുകയാണ്. ഇതുവരെ അങ്ങോട്ട് നോക്കാൻ പോലും അവന് താല്പര്യമുണ്ടായില്ല. ജെറമി ചായനില്ലാത്ത കടപ്പുറം എന്ത് കടപ്പുറമാണെന്ന് അവൻ ആലോചിച്ചു. ആ കടപ്പുറത്ത് മനുഷ്യരോ വള്ളങ്ങളോ ഉണ്ടാവില്ല. ഒരൊറ്റ മീൻ വള്ളം പോലും മീനുമായി കടപ്പുറത്ത് അടുക്കില്ല. മീൻ ലേലം ചെയ്യാൻ തരകന്മാരോ അവരുടെ പിണിയാണുകളോ ഉണ്ടാകില്ല. മീൻ വണ്ടികളോ ഐസ് വണ്ടികളോ മീൻ വാങ്ങാനെത്തുന്നവരോ ആരും തന്നെ കടപ്പുറത്തെത്തില്ല. കൊത്തിപ്പറക്കുന്ന കാക്കക്കൂട്ടങ്ങളും വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളും അലഞ്ഞു തിരിയുന്ന നായ്ക്കൂട്ടങ്ങളുമില്ലാതെ ജീവനില്ലാത്ത ഒരു കടപ്പുറം. ആകാശത്തിൻ്റെയും കടലിൻ്റെയും നീലനിറം പോലും മങ്ങിപ്പോയിരിക്കും. കാരണം ജെറമി ചായനില്ല. ജെറമി ചായനില്ലാത്ത കടപ്പുറത്ത് സകലതും ഓജസ്സറ്റ് നിറം കെട്ടുപോകും. പക്ഷേ ശൗര്യക്കുട്ടി കടപ്പുറത്ത് കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. മീൻ വള്ളങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കരയ്ക്കെടുക്കുന്നു. കോരുകാർ വലിയ കുട്ടകളിൽ മീൻ കോരി കരയ്ക്ക് കൊണ്ടുവരുന്നു. തരകൻ്റെ പ്രതിനിധികൾ ലേലം വിളിക്കുന്നു. മീൻ ലേലം കൊള്ളുന്നവർ അത് കാത്തുകിടക്കുന്ന മീൻ വണ്ടികളിലേക്ക് ചുമന്നെത്തിക്കുന്നു. ലേലം വിളിക്കുന്ന ചെറുകിടക്കാർ അത് കടപ്പുറത്ത് തന്നെ ചില്ലറയായി വിൽക്കുന്നു. മീൻ വാങ്ങാനെത്തുന്ന സാധാരണക്കാർ അക്കൂട്ടരുമായി വിലപേശുന്നു. ചില വള്ളങ്ങൾ കടലിലേക്ക് യാത്ര തിരിക്കുന്നു. വേറെ ചിലത് കരയ്ക്ക് കയറ്റി വയ്ക്കുന്നു. പരുന്തുകളും കാക്കകളും വട്ടമിട്ട് പറക്കുന്നു. നായ്ക്കൾ കടപ്പുറത്ത് അലഞ്ഞു നടക്കുന്നു. ചായക്കടകളിലും മറ്റു തട്ടുകടകളിലും വാങ്ങുന്നവരും വിൽക്കുന്നവരും തിരക്ക് കൂട്ടുന്നു. ഒരിടത്തും ഒരു മാറ്റവുമില്ല. ഒരു ഈച്ച പോലും ജെറമി ചായനെ ഓർത്ത് അനങ്ങാതിരിക്കുന്നില്ല. ശൗര്യക്കുട്ടി അതെല്ലാം കണ്ട് സ്തംഭിച്ചു നിന്നു. ജെറമി ചായനില്ലാത്ത കടപ്പുറത്ത് ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു? 4-5 ദിവസം മുമ്പ് ഈ മനുഷ്യരല്ലേ ജെറമി ചായൻ്റെ വീട്ടുമുറ്റത്ത് വന്നു കൂടിയതും ദുഃഖാർത്തരായി നിന്നതും? ഇതേ മനുഷ്യരല്ലേ ജെറമി ചായൻ്റെ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ പള്ളി സിമിത്തിരയിലേക്ക് വിലാപയാത്രയെ നടന്നുപോയത്? അതേ മനുഷ്യർ തന്നെയാണോ ഈ കടപ്പുറത്ത് നിന്ന് ഒച്ചയെടുത്ത് വിലപേശുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും? അതോ വേറെ ഏതെങ്കിലും കടപ്പുറത്ത് നിന്ന് വന്നവരോ? ശൗര്യക്കുട്ടി ആളുകളെ നോക്കി. എല്ലാവരും ഇതേ കടപ്പുറത്തുള്ള മനുഷ്യർ. ആ സത്യം പ്രാണവേദനയോടെ അവൻ തിരിച്ചറിഞ്ഞു. അവരെല്ലാം ജെറമി ചായനെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ജെറമി ചായൻ അവർക്കൊന്നുമല്ലായിരുന്നു. പാവം ജെറമി ചായൻ. ഇവരെല്ലാം ഇത്ര നന്ദി കെട്ടവരാണെന്ന് അറിഞ്ഞില്ല. ജെറമി ചായൻ്റെ മരണം ചെല്ലിക്കടപ്പുറത്ത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആകെയുണ്ടായ ഒരേയൊരു മാറ്റം ചെല്ലിക്കടപ്പുറത്ത് ജെറമി ചായൻ ഇല്ല എന്നത് മാത്രമാണ്. ജെറമി ചായൻ പതിവായി വലമാടിക്കൊണ്ടിരിക്കാറുള്ള ഭാഗത്തേക്ക് ശൗര്യക്കുട്ടി നോക്കി. ശരിയാണ്, ജെറമി ചായനില്ല. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ജെറമി ചായനിരുന്ന ഭാഗം ശൂന്യമായിരുന്നത് കണ്ട് അവൻ്റെ നെഞ്ച് വിങ്ങി. ജെറമി ചായനാണ് അവനെ ആദ്യം കടലിൽ കൊണ്ടുപോയത്. ജെറമി ചായനാണ് അവനെ നീന്തൽ പഠിപ്പിച്ചത്. ജെറമി ചായനാണ് അവനെ അംഗീകരിച്ചത്, അവന് ജീവിതപാഠങ്ങൾ പറഞ്ഞു കൊടുത്തതും കടലിൻ്റെ കഥകൾ അവനോട് വർണ്ണിച്ചു കേൾപ്പിച്ചതും ജെറമി ചായനാണ്. ജെറമി ചായൻ അറിയാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ അപ്പൻ ആരെന്ന് പോലും പറഞ്ഞു കൊടുത്തത് ജെറമി ചായനായിരുന്നു. അത്രയും വലിയൊരു മനുഷ്യൻ മരിച്ചു പോയിട്ടും ചെല്ലിക്കടപ്പുറത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അത് വലിയ അനീതിയായി പോയെന്ന് ശൗര്യക്കുട്ടിക്ക് തോന്നി. എല്ലാവരും കൂടി ജെറമി ചായനെ വഞ്ചിച്ചതുപോലൊരു തോന്നൽ. ജെറമി ചായൻ ഇരുന്ന ഭാഗത്തേക്ക് പോകാൻ അവന് തോന്നിയില്ല എന്നു മാത്രമല്ല, കടപ്പുറത്ത് കണ്ട സകലമാന മനുഷ്യരോടും മറ്റ് ജീവികളോടും വള്ളങ്ങളോടും വലകളിൽ കുടുങ്ങിയ മീനുകളോടും എല്ലാറ്റിനോടും അവന് വെറുപ്പ് തോന്നി. കടലിനെ പോലും ആ നിമിഷം അവൻ വെറുത്തു. കടൽ വെള്ളത്തിനോ കരയിലേക്ക് അടിച്ച് കയറുന്ന തിരമാലകൾക്കോ പോലും ഒരു മാറ്റവുമില്ല. ശൗര്യക്കുട്ടി കടപ്പുറത്തേക്ക് തിരിച്ചു പോന്നു.
ജെറമിച്ചായൻ മരിച്ച 7-ൻ്റെ അന്ന് ജെറമിച്ചായൻ്റെ വീട്ടിലും പള്ളിയിലും പ്രാർത്ഥനകളും ചടങ്ങുകളും ഉണ്ടായിരുന്നു. ജെറമിച്ചായൻ്റെ മകൻ ഫ്രാങ്കോ ചടങ്ങിന് കുഞ്ഞിനെയും എമിലിയെയും ക്ഷണിക്കാൻ വന്നപ്പോൾ ശൗര്യക്കുട്ടിയെ പ്രത്യേകമായും ക്ഷണിച്ചു. അപ്പനും ഇവനും തമ്മിലായിരുന്നു ഏറ്റവും വലിയ കൂട്ട്. ഇപ്പോഴും നാട്ടുകാർ പറയും, അപ്പൻ്റെ മരിപ്പിന് ഇവൻ കരഞ്ഞിടത്തോളം ഞങ്ങളുടെ വീട്ടിൽ ആരും കരഞ്ഞില്ലെന്ന്. നീയും വരണം കേട്ടോടാ. അങ്ങനെ പറഞ്ഞിട്ട് ഫ്രാങ്കോ പോയി. 7-ൻ്റെ അന്ന് ചടങ്ങിന് കുഞ്ഞണ്ണിയോടൊപ്പം ശൗര്യക്കുട്ടിയും പോയി. പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുന്ന പ്രതീതി. പന്തൽ, ചുവന്ന നിറമുള്ള കസേരകൾ, അലങ്കരിച്ച ഡെസ്കുകൾ, അപ്പവും ഇറച്ചിക്കറിയും നിറച്ചു വെച്ച പാത്രങ്ങൾ, അതിനെല്ലാറ്റിനുമുപരി ഒച്ച വെച്ച് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരും. ജെറമിച്ചായൻ്റെ മൂത്ത മകൻ ഫ്രാങ്കോ ഒരു തവണ പൊട്ടിച്ചിരിക്കുന്നതും അവൻ കണ്ടു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ശൗര്യക്കുട്ടിക്ക് മനസ്സിലായില്ല. ജെറമിച്ചായൻ മരിച്ചതിൽ ആർക്കും ദുഃഖമില്ല എന്നറിയിക്കാൻ വേണ്ടിയാണോ, അതോ ദുഃഖമെല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനോ? പാവം ജെറമിച്ചായൻ ഇതൊന്നും കാണാതെ പോയത് തന്നെ നന്നായി എന്നവന് തോന്നി. ജെറമിച്ചായൻ മരിച്ചതിൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കുന്ന ആ സൽക്കാരത്തിൽ പങ്കുകൊള്ളാൻ ശൗര്യക്കുട്ടിയുടെ മനസാക്ഷി സമ്മതിച്ചില്ല. ആ അപ്പവും ഇറച്ചിക്കറിയും അവന് വേണ്ട. ശൗര്യക്കുട്ടി കാപ്പി കുടിക്കാൻ നിൽക്കാതെ കുഞ്ഞിനെ പോലും അവിടെ ഉപേക്ഷിച്ച് കടപ്പുറത്തേക്ക് പോന്നു. ജെറമിച്ചായൻ വല കൂട്ടാൻ ഇരിക്കാറുള്ള സ്ഥലത്ത് ചെന്ന് അവൻ ഇരുന്നു. അവിടെ എവിടെയോ ജെറമിച്ചായനുണ്ടെന്ന് അവന് തോന്നി. കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അവൻ ജെറമിച്ചായനോട് പറഞ്ഞു. ജെറമിച്ചായ പറഞ്ഞത് ശരിയാട്ടോ, എല്ലാം കള്ളന്മാരാ. അത് പറഞ്ഞപ്പോഴേക്കും അവൻ എന്തെന്നില്ലാത്ത സങ്കടം വന്നു. അവൻ മുട്ടുകാലിൽ മുഖം താങ്ങി കടപ്പുറത്തിരുന്ന് കണ്ണു തുടച്ചു. കാലവർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കടപ്പുറത്ത് പണിയില്ല. ന്യൂനമർദ്ദവും അതിവർഷവും കാരണം കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്ന് ദിവസങ്ങളായി മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുത്. കടലിൽ പണിയില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലെ സ്ത്രീകൾക്കും ജോലിയില്ല. അടുപ്പ് കത്തിക്കണ്ട, വച്ചു വിളമ്പണ്ട, പാത്രം കഴുകണ്ട, വെള്ളം കോരണ്ട, കറിക്ക് നുറുക്കുകയോ പച്ചക്കറി അരിയുകയോ വേണ്ട. വല്ലയിടത്തും ചടഞ്ഞുകൂടിയിരിക്കാം. പട്ടിണി ആദ്യം വയറ്റിൽ കിടന്ന് പൂച്ചയെപ്പോലെ ചെറുതായി കരയും. എൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കണേ എന്നാണ് അർത്ഥം. 2 നേരം കഴിഞ്ഞാൽ അത് നന്ദിയില്ലാത്ത നായയെപ്പോലെ വയറ്റിൽ കിടന്ന് മുറുമും. എന്തുകൊണ്ടാണ് തരാത്തത്, എത്ര തവണ പറയണം എന്നൊക്കെയാണ് ആ മുറുമലിൻ്റെ അർത്ഥം. പട്ടിണി ഒരു ദിവസം പിന്നിട്ടാൽ പിന്നെ ചെന്നായിയാണ്. ക്രൂരമായി മുരളും. ഭക്ഷണ സാധനങ്ങളെ ഓർത്ത് ആർത്തി കൊള്ളും. ചായക്കടയിലെ പലഹാരത്തട്ടുകളെയും കടകളിൽ കെട്ടിത്തൂക്കിയ പഴക്കുലകളെയും ആക്രമിക്കാൻ വെമ്പൽ കൊള്ളും. ശൗര്യക്കുട്ടി ഇതെല്ലാം പലവട്ടം അനുഭവിച്ചിട്ടുള്ളവനാണ്. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കടലിൽ പണിയില്ലാത്തതിനാൽ ചായക്കട പ്രവർത്തിക്കുന്നില്ല. കുഞ്ഞനെയും എമിലിയും മിൻസിയും താടിക്ക് കൈകൊടുത്ത് വെറുതെ ഇരിക്കുന്നു. കടലാക്രമണം ഉണ്ടാകുമോ എന്ന പേടിയുമുണ്ട്. കടലാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ വയ്യ. കടൽ വന്ന് കരയെ നക്കിയെടുത്ത് കൊണ്ടുപോകും. ചെല്ലിക്കടപ്പുറം ഒരിക്കൽ കടൽ കൊണ്ടുപോയതാണ്. പൂർണ്ണമായും തിരികെ കിട്ടിയില്ലെങ്കിലും ഏതാണ്ട് 3/4 ഭാഗത്തോളം 3 വർഷം കൊണ്ട് കടൽ തിരിച്ചു കൊടുത്തു. അഴീക്കലും തോട്ടപ്പള്ളിയിലും അന്ധകാരനഴിയിലും കടലാക്രമണമുണ്ടായി എന്നും ആളുകളെ ഒഴിപ്പിച്ചു എന്നും വാർത്തകൾ വരുന്നുണ്ട്. എല്ലാ കടപ്പുറങ്ങളിലും വള്ളങ്ങൾ കരയ്ക്ക് കയറ്റി സുരക്ഷിതമായി കെട്ടിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും കടലാക്രമണത്തിൽ വീടുകൾ തകർന്നുവെന്നും വള്ളങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും വലകൾ നശിച്ചുവെന്നും റേഡിയോ വാർത്തയും പത്രവാർത്തകളുമുണ്ട്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കരുതൽ ശേഖരങ്ങളെല്ലാം കഴിഞ്ഞു. അയലത്തെ സ്ത്രീകൾ വേലിക്കരികിലേക്ക് ഇറങ്ങി വന്ന് ഇല്ലായ്മകളെക്കുറിച്ച് ആവലാതിപ്പെടുകയും ഇരുന്നാഴിയോ മുന്നാഴിയോ അരി വായ്പ ചോദിച്ച് നിരാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഉരൽ ചെന്ന് മദ്ദളത്തോട് സങ്കടം പറയുന്ന രീതിയാണ് എല്ലായിടത്തും. ശൗര്യക്കുട്ടിക്ക് ഈ ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ ഉത്സാഹം കൂടുതലാണ്. അത് പഠിക്കാനുള്ള ഉത്സാഹമല്ല. സ്കൂളിലാണെങ്കിൽ ഉച്ചക്കഞ്ഞി കിട്ടും. ഒരു നേരം സുഭിക്ഷം. രാവിലെ വെറും വയറോടെയാണ് ഡെന്നിച്ചനും ജാനറ്റും ശൗര്യക്കുട്ടിയും സ്കൂളിലേക്ക് വരുന്നത്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളോ ടീച്ചർമാരോ ഒന്നുമല്ല മനസ്സിൽ. ഉച്ചക്കഞ്ഞിയാണ്. അതിൻ്റെ ആവി തട്ടുന്ന മണവും പയറുകറിയുടെ രുചിയുമാണ്. ഉച്ചക്കഞ്ഞിക്ക് ശേഷം ക്ലാസ്സിലിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അന്നേ ദിവസം ഇത്രയൊന്നും പ്രതീക്ഷിക്കാനില്ല. ജാനറ്റിന് ആലപ്പുഴ ജില്ലയുടെ കളക്ടറെയാണ് പേടി. കടലാക്രമണം എങ്ങനെയും തരണം ചെയ്യാം. പക്ഷേ ജില്ലാ കളക്ടർ സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചു പോയാൽ അതോടെ വലിയൊരു പ്രതീക്ഷയാണ് തകരുന്നത്. സ്കൂളിന് അവധിയാണെങ്കിൽ ഉച്ചക്കഞ്ഞിയുമില്ല.
ജില്ലാ കളക്ടർ വാ തുറക്കല്ലേ എന്നാണ് ജാനറ്റിൻ്റെ പ്രാർത്ഥന. കഴിഞ്ഞ വർഷം അവൾ അതിൻ്റെ കെടുതി അനുഭവിച്ചതാണ്. കനത്ത മഴ പെയ്തു, പലയിടത്തും കടലാക്രമണമുണ്ടായി, കുട്ടനാട്ടിൽ ജലനിരപ്പുയർന്നു. കളക്ടർ 4 ദിവസം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. കളക്ടർ അവധി പ്രഖ്യാപിച്ച് കേൾക്കേണ്ട താമസം മഴ അതിൻ്റെ പാട്ടിന് പോയി. കാറ്റ് വടക്കോട്ട് തിരിഞ്ഞു, മാനം തെളിഞ്ഞു. പക്ഷേ സ്കൂളിന് പ്രഖ്യാപിച്ച അവധി 4 ദിവസവും നീണ്ടു. ആ 4 ദിവസവും ഉച്ചക്കഞ്ഞി കിട്ടിയില്ല. ജാനറ്റ് ആ ഭീകരത ഇക്കൊല്ലവും മറന്നിട്ടില്ല. 2ാം ക്ലാസ്സിൽ ശൗര്യക്കുട്ടിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെത്തിക്കാരൻ മൈക്കേൽ. മൈക്കേലിന് കാലിലിടാൻ ചെരുപ്പുണ്ട്. അത് തന്നെ 2 തരമുണ്ട്. വിശേഷ അവസരങ്ങളിൽ ധരിക്കാൻ ഷൂസും സോക്സും. അതിനേക്കാളെല്ലാം അത്ഭുതകരമായ സംഗതി, മാസത്തിൽ 2 സിനിമയെങ്കിലും അവൻ കാണാറുണ്ട് എന്നതാണ്. അവൻ്റെ വീട്ടിൽ ടിവിയുമുണ്ട്. മൈക്കേൽ മിക്ക ദിവസങ്ങളിലും ചോറ് കൊണ്ടുവരും. അവന് ഉച്ചക്കഞ്ഞിയേക്കാൾ ഇഷ്ടം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറാണ്. അവൻ്റെ ചോറ്റുപാത്രത്തിൽ മുട്ട പൊരിച്ചതോ മീൻ പൊരിച്ചതോ മിക്കപ്പോഴും ഉണ്ടാവും. തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ ഇറച്ചിക്കറിയായിരിക്കും ഉണ്ടാവുക. അവൻ്റെ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും ഇറച്ചി വാങ്ങിച്ച് കറി വയ്ക്കും. ആ കറി തിങ്കളാഴ്ചത്തേക്ക് കൂടി ഉണ്ടാകും. ഇങ്ങനെയും മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്നതാണ് ശൗര്യക്കുട്ടിക്ക് അതിശയം. എന്തൊരു സുഖമായ ജീവിതം! തനിക്ക് മൈക്കിളിൻ്റെ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ശൗര്യക്കുട്ടി കുണ്ഠിതപ്പെട്ടതിന് കണക്കില്ല. പ്രത്യേകിച്ചും കഠിനമായ വിശപ്പ് വേട്ടയാടുമ്പോൾ. മൈക്കിളിനെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതിൽ ശൗര്യക്കുട്ടി അഭിമാനം കൊണ്ടു. തനിക്ക് ഇല്ലാത്ത സുഖജീവിതം തൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ, അതും ഒരു സന്തോഷമാണെന്ന് അവൻ വിചാരിച്ചു. മൈക്കേൽ അവനോട് പറയും, എടാ ശൗരി, നീയും എന്നെപ്പോലെ ചോറ് കൊണ്ടുവാ, നമുക്ക് ഒന്നിച്ചിരുന്ന് ഉണ്ണാം. എൻ്റെ കറി നിനക്കും തരാം. ശൗര്യക്കുട്ടി എമിലിയോട് ചെന്ന് പറഞ്ഞു, എനിക്ക് ചോറ് വേണം. ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാ. അവിടെ ഉച്ചക്കഞ്ഞി ഇല്ലേ? എനിക്ക് മൈക്കേലിൻ്റെ കൂടെ ചോറിടണം. അതെന്തിനാ മൈക്കേലിൻ്റെ കൂടെ? അവൻ നല്ല കറി കൊണ്ടുവരും. മീൻ വറുത്തതും മുട്ട പൊരിച്ചതും ഇറച്ചിക്കറിയും എനിക്കും തരാമെന്ന് പറഞ്ഞു. എടാ മോനെ, അങ്ങനെ വല്ലവരുടെയും വാങ്ങിച്ചു കഴിക്കുന്നത് നാണക്കേടല്ലേ? എന്നെ അവന് ഒത്തിരി ഇഷ്ടമാ. എന്നാലും മോശമല്ലേ അവൻ്റെ കറിയൊക്കെ വാങ്ങണത്? ഞങ്ങൾ ഒന്നിച്ച് ചോറ് തിന്നുമ്പോഴല്ലേ? അങ്ങനെ ചോറ് തിന്നണത് മോശമാ? നിന്റെ കറി അവൻ വാങ്ങിച്ചു കഴിക്കുമോ? ഞാൻ കൊടുക്കാം. അങ്ങനെ ഒരു ദിവസം എമിലി ശൗര്യക്കുട്ടിക്ക് മാത്രം പൊതിച്ചോറ് കൊടുത്തയച്ചു. ജാനറ്റും ഡെന്നിച്ചനും അത് കണ്ടിട്ട് തങ്ങൾക്കും അങ്ങനെ വേണമെന്ന് വഴക്കു പിടിച്ചു. ഇന്ന് ശൗര്യക്കുട്ടിക്ക്, അടുത്തയാഴ്ച ഡെന്നിച്ചന്, അതിൻ്റെ അടുത്തയാഴ്ച ജാനറ്റിന്. എമിലി പരിഹാരം നിർദ്ദേശിച്ചു. ശൗര്യക്കുട്ടിക്ക് ഒരു മുട്ട പൊരിച്ചതും കോവയ്ക്കാ തോരനും മാത്രമായിരുന്നു കറി. ശൗര്യക്കുട്ടി പൊതിച്ചോറ് കൊണ്ടുവന്നത് കണ്ടപ്പോൾ മൈക്കേലിന് സന്തോഷമായി. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചോറ് തിന്നാൻ കേട്ടാ, അവൻ പറഞ്ഞു. ഉച്ചയ്ക്ക് അവരൊന്നിച്ചാണ് ഊണ് കഴിക്കാനിരുന്നത്. മൈക്കേലിൻ്റെ പാത്രത്തിൽ ഇറച്ചിക്കറിയും മീൻ വറുത്തതും ഉണ്ടായിരുന്നു. വലിയ കഷ്ണം മീൻ അവൻ ശൗര്യക്കുട്ടിക്ക് കൊടുത്തു. ഇറച്ചി കഷ്ണങ്ങൾ മുക്കാലും അവൻ ശൗര്യക്കുട്ടിക്ക് തന്നെ നൽകി. ശൗര്യക്കുട്ടി തൻ്റെ മുട്ട പൊരിച്ചത് മുറിച്ച് വലിയ പാതി മൈക്കേലിന് കൊടുത്തു. 2 പേരും വർത്തമാനം പറഞ്ഞിരുന്ന് കഴിച്ചു. കറിയൊക്കെ നല്ലതാണോടാ എന്ന് മൈക്കേൽ ചോദിച്ചു. ഉഗ്രൻ കറിയാണെന്ന് ശൗര്യക്കുട്ടി പറഞ്ഞു. ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ശൗര്യക്കുട്ടിക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. ഇനിയൊന്നും നിറയാനില്ലെന്ന് ശൗര്യക്കുട്ടിക്ക് തോന്നി. വയറും മനസ്സും എല്ലാം. അവൻ മൈക്കേലിൻ്റെ തോളത്ത് കൈയിട്ട് നടന്നു. ഇപ്പോൾ ഈ കാലവർഷം രൂക്ഷമായിരിക്കുമ്പോൾ, കടലിൽ പണിയില്ലാതായിരിക്കുമ്പോൾ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെല്ലാം പട്ടിണിയിലായിരിക്കുമ്പോൾ, ശൗര്യക്കുട്ടിയും സഹോദരങ്ങൾക്കും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും ഒരേ ഒരു ആശ്രയമേ ഉള്ളൂ, സ്കൂളിലെ ഉച്ചക്കഞ്ഞി. അങ്ങനെ ഇരിക്കെ ജില്ലാ കളക്ടർ സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചു. ഒരാഴ്ചത്തേക്ക്. ജാനറ്റിൻ്റെ പ്രാർത്ഥന വ്യഥാവിലായി. തലേ ദിവസം സ്കൂളിൽ വെച്ച് തന്നെ ക്ലാസ് ടീച്ചർമാർ കുട്ടികളോട് പറഞ്ഞു, കളക്ടർ ആലപ്പുഴ ജില്ലയിലെ സ്കൂളുകൾക്കെല്ലാം അവധി കൊടുത്തിരിക്കുക. നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് ആരും ഇങ്ങോട്ട് പോരണ്ട. ശൗര്യക്കുട്ടി ഉച്ചക്കഞ്ഞി ഇല്ലാത്തതിനേക്കാൾ വേവലാതി മൈക്കേലിനെ കാണാതിരിക്കുന്നതിലായിരുന്നു. നാളെ എന്നാ ചെയ്യും ശൗര്യക്കുട്ടി? മൈക്കേൽ ചോദിച്ചു. എനിക്കറിയാൻ മേല. നീ ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. അയ്യോ, അമ്മ വിടില്ല. ഒത്തിരി ദൂരം നടക്കണ്ടേ? നടക്കണ്ട, ഓടിയാൽ മതി. പെട്ടെന്ന് വരാം. അമ്മ അറിഞ്ഞാൽ തല്ലും. ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു സൂത്രം കാണിക്കാം. എന്നാ സൂത്രം? നോട്ടടിക്കുന്ന മെഷീൻ. പോടാ, ഉള്ളതാടാ. ഞങ്ങളുടെ വീട്ടിൽ രൂപ നോട്ട് അടിക്കണ മെഷീനുണ്ട്. നോണ. നീ വന്നാൽ കാണിച്ചു തരാം. കുറേ രൂപ അടിച്ചും തരാം. വെള്ളക്കടലാസ് കൊണ്ടുവന്നാൽ മതി. ശൗര്യക്കുട്ടിക്ക് ഇതിൽ പരം ഒരൗത്സുക്യമില്ല.
മൈക്കേലിൻ്റെ വീട്ടിൽ നാളെ തന്നെ പോകണമെന്നും നോട്ടടിക്കുന്ന മെഷീൻ കാണണമെന്നും പറ്റിയാൽ കുറേ നോട്ട് അടിച്ചു വാങ്ങിക്കൊണ്ടു വരണമെന്നും അവൻ തീരുമാനിച്ചുറപ്പിച്ചു. ഇന്നലെ സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കിട്ടിയ ശേഷം അരിയാഹാരം എന്നല്ല ഒരാഹാരവും കഴിച്ചിട്ടില്ല ശൗരി. വീട്ടിൽ നായ കിടന്ന് മുറുമുന്നു. അതിന് തിന്നാൻ കൊടുത്തിട്ടില്ല. വയറെന്നൊരു അവയവം വേണ്ടായിരുന്നെന്ന് ചില നേരങ്ങളിൽ ശൗര്യക്കുട്ടിക്ക് തോന്നും. കാലുകൾ വേണം, മനുഷ്യന് നടക്കാതെ പറ്റില്ല. കൈകളും വേണം, ജോലിയെടുക്കണമല്ലോ. കണ്ണും ചെവിയും നാക്കും മൂക്കും എല്ലാം വേണം. അതുകൊണ്ടെല്ലാം ഉപയോഗമുണ്ട്. മേൽപ്പറഞ്ഞ സംഗതികളെല്ലാം ഫിറ്റ് ചെയ്യാൻ ഒരു തലയും കൂടിയേ തീരൂ. തല പരന്നിരിക്കുന്നതിനേക്കാൾ നല്ലത് ഉരുണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ വയർ, അതില്ലായിരുന്നെങ്കിൽ എന്താണ് കുഴപ്പം? അതാണ് വിശപ്പുണ്ടാക്കുന്നത്. വിശപ്പുണ്ടാക്കുക മാത്രമല്ല, വല്ലതും തിന്നാൻ കൊടുത്തില്ലെങ്കിൽ ഈ വയർ ഭയങ്കര മൂശേട്ടയാണ്. അവൻ എല്ലാ അവയവങ്ങളെയും തളർത്തിക്കളയും. പക്ഷേ നല്ല രുചികരമായ ഭക്ഷണ സാധനങ്ങൾ മുൻപിൽ വരുമ്പോൾ അത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതാണ്. ഏതെല്ലാം കല്യാണ സദ്യയോ ഓണമോ ക്രിസ്മസോ ഈസ്റ്ററോ വരുമ്പോൾ വയറുപോലെ ഇത്രയും സുന്ദരമായ ഒരു അവയവം വേറെയില്ല. തൻ്റെ വയറിന് കുറച്ചും കൂടെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ശൗര്യക്കുട്ടി കൊതിച്ചിട്ടുമുണ്ട്. സദ്യ വീണ്ടും വീണ്ടും വിളമ്പിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വയറ്റിൽ ഇനി 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. എഴുന്നേറ്റ് പോയി കൈ കഴുകുകയല്ലാതെ എന്ത് നിവൃത്തി? ശൗര്യക്കുട്ടിയുടെ വയറ് ചെറുതല്ലേ, അത് കാരണം വലിയവരുടെ ഒപ്പം കഴിക്കാൻ പറ്റില്ലല്ലോ. അതിനാൽ ഇത് വീട്ടിൽ കൊണ്ടുപോയി പിന്നീട് കഴിച്ചോ എന്ന് പറഞ്ഞ് ആരും ബാക്കി ഭക്ഷണം പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിടാറുമില്ല. ശൗര്യക്കുട്ടിക്ക് ആ രീതികളോടൊക്കെ അമർഷമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോറും കൂടി ഇടട്ടെ, ഇറച്ചിക്കറി കുറച്ചുകൂടി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ശൗര്യക്കുട്ടിക്ക് ഇഷ്ടമല്ല. വിളമ്പാൻ നിൽക്കുന്നവർ വിളമ്പിയാൽ മതി, വേണ്ടെങ്കിൽ ശൗര്യക്കുട്ടി പറയും വേണ്ടാന്ന്. ഇന്നലെ കളക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് ഉച്ചക്കഞ്ഞിയില്ല എന്ന് നടുക്കുന്ന യാഥാർത്ഥ്യം ശൗര്യക്കുട്ടിയെ മാത്രമല്ല ജാനറ്റിനെയും ഡെന്നിച്ചിനെയും അലട്ടുന്നുണ്ടായിരുന്നു. ആ കളക്ടർക്കും ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കരുത് ആരും, അയാൾ കാരണമാ. ജാനറ്റ് പിറുപിറുത്തുകൊണ്ട് നടന്നു. കാലത്ത് 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശൗര്യക്കുട്ടിയുടെ വയറ്റിൽ ചെന്നായ കയറി. ഇനിയുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാനാണ് പ്രയാസം. ഒരിടത്തും ഭക്ഷണം ഇരിക്കുന്നത് കണ്ടുകൂടാ. ഏതെങ്കിലും വീട്ടിൽ നിന്ന് ആഹാരം വേവുന്ന മണം വരുന്നതും സഹിച്ചുകൂടാ. ശൗര്യക്കുട്ടി ചൂണ്ടയെടുത്തു. അമ്മേ, ഞാൻ ചൂണ്ടയ്ക്ക് പോണ്. എന്തിനടാ പോണത്? നീ മീൻ പിടിച്ചോണ്ട് വന്ന എണ്ണത്തിനാ? ഇവിടെ അരിയാ മാവ് ഇരിപ്പുണ്ടോ? പിന്നെ ഞാൻ ഇവിടെ വിശന്ന് കുത്തിയിരിക്കണോ? എന്നെ കൊണ്ട് വയ്യ. എന്നാ ഇതുങ്ങളെ വിളിച്ചോണ്ട് പോ. ജാനറ്റിനെയും ഡെന്നിച്ചിനെയും ഉദ്ദേശിച്ച് എമിലി പറഞ്ഞു. വിശക്കണമെന്നും പറഞ്ഞ് എൻ്റെ പുറകീന്ന് നടക്കത്തില്ലല്ലോ. വേണ്ട, എൻ്റെ കൂടെ ആരും വരണ്ട. ശൗര്യക്കുട്ടി ശക്തിയായി പ്രതിഷേധിച്ചു. അതിന് കാരണമുണ്ട്. ശൗര്യക്കുട്ടി അമ്മയറിയാതെ ഒരു കള്ളത്തരം ചെയ്യാൻ പോവുകയാണ്. ചൂണ്ടയിടാനെന്ന് പറഞ്ഞ് അവൻ പോകുന്നത് തോട്ടിലേക്കല്ല, ചെത്തിക്കടപ്പുറത്തേക്കാണ്. ഇന്നലെ രാത്രി അവൻ ഒതുക്കത്തിൽ എമിലിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേ, ഞാൻ മൈക്കലിൻ്റെ വീട്ടിൽ പൊയ്ക്കോട്ടെ? മൈക്കലിനെ കുറിച്ച് എമിലിക്കറിയാം. മകൻ കുറേ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവന് മൈക്കലിനെ പറ്റി മാത്രമേ പറയാനുണ്ടാകൂ. മൈക്കൽ അവൻ്റെ കൂട്ടുകാരൻ മാത്രമല്ല, ആരാധനാപാത്രം കൂടിയാണ്. അവൻ ചെത്തിക്കടപ്പുറത്തല്ലേ? ആ, അവിടാ. നിനക്കവൻ്റെ വീടറിയോ? അവൻ പറഞ്ഞു തന്ന്. എന്ത് പറഞ്ഞ്? ചെത്തിയിൽ ചെന്നിട്ട് ആരോടെങ്കിലും കാരക്കാട്ട് തോബിയസിൻ്റെ വീട്ടിൽ ചോദിച്ചാൽ മതിയെന്ന്. കാരക്കാട്ടുകാരാ? ആ, പോണ്ട. അതെന്നാ പോണ്ടാഞ്ഞിട്ട്? എന്താന്ന് പറ അമ്മ. കാരക്കാട്ടുകാരെ എനിക്കിഷ്ടമല്ല ആരായാലും. ശൗര്യക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. കാരക്കാട്ട് സൈമൺ മുതലാളി അമ്മയുടെ മനസ്സിൽ കഴിച്ചു കിടക്കുന്നു. ആ കാരക്കാട്ടുകാരല്ല അമ്മ. ഏതല്ലാന്ന്? സൈമൺ മുതലാളീൻ്റെ. എമിലിയുടെ നെഞ്ചിന് താഴെ കൂടി ഒരു കൊള്ളിമീൻ പാഞ്ഞു പോയി. അയാളുടെ മകനാണ് തന്നോടൊട്ടിക്കിടക്കുന്നത്. അന്നത്തെ മിന്നലും ഇടിമുഴക്കങ്ങളും മീൻകൂടത്തിലെ മല്ലയുദ്ധവും എല്ലാം ഒരിക്കൽ കൂടി എമിലിയുടെ ഓർമ്മയിൽ വന്നു. ഒറ്റ കാരക്കാടന്മാരെ പറ്റിയും എനിക്ക് കേൾക്കണ്ട, എമിലി പറഞ്ഞു. കാരക്കാട്ട് കുടുംബക്കാർ ആലപ്പുഴ തെക്ക് തോട്ടപ്പള്ളി മുതൽ വടക്ക് ചേർത്തല വരെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ശൃംഖലയാണെന്ന് എമിലിക്ക് അറിയാഞ്ഞിട്ടല്ല. അതിപുരാതന കുടുംബത്തിൽ നിന്ന് ചിതറിപ്പോയവരാണ് ആ കാരക്കാട്ടുകാരെല്ലാവരും. അതിൽ വലിയ പണക്കാരുണ്ട്, ഇടത്തരക്കാരുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്. അതും എമിലിക്കറിയാം. അമ്മ, ശൗര്യക്കുട്ടി കെഞ്ചി. പോണ്ടാന്ന് പറഞ്ഞാൽ പോണ്ട, എമിലി അർത്ഥം മുറിച്ച് പറഞ്ഞു. ചെത്തിക്കടപ്പുറത്തേക്ക് കുറേ ദൂരമുണ്ട്. കാരക്കാട്ട് വീട്ടുകാർ പലരുണ്ടാവും ചെത്തിയിൽ.
അത് വിശാലമായ ഒരു കടപ്പുറമാണ്. ധാരാളം വീടുകളുണ്ട്, റോഡുകളുണ്ട്. അവിടെയെല്ലാം ചെന്ന് ഈ 8 വയസ്സുകാരൻ ചെക്കൻ മൈക്കലിൻ്റെ വീട് എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, അവർ സൈമൺ മുതലാളിയുമായി അടുപ്പമുള്ളവരും ശൗര്യയുടെ ജനന രഹസ്യം അറിയുന്നവരുമാണെങ്കിലോ, തൻ്റെ മകൻ അപമാനിക്കപ്പെട്ടെങ്കിലോ, ഇങ്ങനെ നാനാതരം ആശങ്കകൾ എമിലിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ കൊച്ചു ശൗര്യയോട് പറഞ്ഞാൽ അവന് മനസ്സിലാകില്ല. ശൗര്യക്കുട്ടി പിന്നെ അമ്മയോട് കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. നിർബന്ധിച്ചാൽ അമ്മ അലിയുന്ന വിലക്കുകൾ ശൗര്യക്കുട്ടിക്ക് തിരിച്ചറിയാം. അമ്മ അലിയാത്ത വിലക്കുകളും അറിയാം. നേരം വെളുത്ത് 10 മണിയായപ്പോഴേക്കും ശൗര്യക്കുട്ടിയുടെ മനസ്സിൽ കള്ളൻ കയറി. അവൻ ശൗര്യക്കുട്ടിയോട് പറഞ്ഞു, നീ പൊയ്ക്കോടാ ശൗരി, ആരറിയാനാ, അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതി ചൂണ്ടയ്ക്ക് പോവുകയാണെന്ന്. പോയിട്ട് തിരിച്ചു വരാൻ വൈകിയാലോ, അമ്മ തിരക്കിയാലോ, അങ്ങോട്ടൊറ്റയോട്ടം തിരിച്ചിങ്ങോട്ട് ഒറ്റയോട്ടം. നിന്നെപ്പോലെ ഓടാൻ പറ്റുന്ന ആരുണ്ടടാ ഈ ചെല്ലിക്കടപ്പുറത്ത്? ശരി, അപ്പോഴാണ് അമ്മ പറയുന്നത് ഡെന്നിച്ചനെയും ജാനറ്റിനെയും ചൂണ്ടയ്ക്ക് കൊണ്ടുപോകണമെന്ന്. ജീവൻ പോയാലും ശരി, ശൗര്യക്കുട്ടി സമ്മതിക്കില്ല. അവരെ കൂടെ കൊണ്ടുപോയ നിനക്കെന്നാ? എമിലി ചോദിച്ചു. നിന്റെ മീൻപിടുത്തം അവരും കാണട്ടെ. വേണ്ട, ചൂണ്ടയ്ക്ക് മീൻ കൊത്തൂല. അതെന്നാ മീനാ അവരും കൂടെ വന്നാൽ നിന്റെ ചൂണ്ടയ്ക്ക് കൊത്താതെ പോണ മീൻ? അവരൊച്ച വയ്ക്കും, മീൻ പാഞ്ഞു പോകും. അവരോട് കുറച്ച് പുറകിലോട്ട് മാറി നിൽക്കാൻ പറയണം. ആര് പറയും? അമ്മ വന്ന് പറയുമോ? ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? ശരിയാണ്, ശൗര്യക്കുട്ടിയുടെ ജ്യേഷ്ഠനും ചേച്ചിയുമാണ് ഡെന്നിച്ചനും ജാനറ്റും. അവർ പറയുന്നത് അനുസരിക്കേണ്ടവനാണ് ശൗര്യക്കുട്ടി. എല്ലാവരും കൂടെ വന്നാൽ ഞാൻ ചൂണ്ടയ്ക്ക് പോണില്ല. ശൗര്യക്കുട്ടി അകത്ത് കയറി മാറത്ത് കൈയും കെട്ടിയിരുന്നു. ജാനറ്റിൻ്റെയും ഡെന്നിച്ചൻ്റെയും ശ്രദ്ധ മാറിയപ്പോൾ ശൗര്യക്കുട്ടി പോകാനൊരുങ്ങി. പക്ഷേ അപ്പോഴാണ് അവൻ്റെ ചിന്തയിലേക്ക് വേറൊരു കാര്യം കടന്നു വന്നത്. താൻ മൈക്കലിൻ്റെ വീട്ടിൽ പോവുകയാണ്. ചൂണ്ടയ്ക്ക് പോകുന്ന വേഷത്തിൽ പോയാൽ മതിയോ? തന്നെ കാണുമ്പോൾ മൈക്കലിന് പോരായ്മ തോന്നുമോ? ഇതെൻ്റെ കൂട്ടുകാരനാണെന്ന് വീട്ടിലുള്ളവരോട് പറയാൻ അവന് കുറച്ചിൽ തോന്നുമോ? അവനൊരു വല്ലായ്മ വരുത്തി വയ്ക്കാൻ ശൗര്യക്കുട്ടി ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നിന്ന് നല്ല ഡ്രസ്സിട്ട് പോകാനും വയ്യ. അമ്മയ്ക്ക് സംശയമാകും. നീ ഇതൊക്കെ ഇട്ടുകൊണ്ട് ചൂണ്ടയ്ക്ക് പോണോ അതോ പള്ളി പോണോ? അമ്മ ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. ശൗര്യക്കുട്ടിയുടെ ബുദ്ധിയിൽ പിന്നെയും കള്ളൻ കയറി. നീ ആ ട്രൗസറും ഉടുപ്പും ഒരു കടലാസി പൊതിഞ്ഞ് ആരും കാണാണ്ട് കൊണ്ടുപോടാ. തോട്ടുവക്കത്ത് ചെല്ലുമ്പോൾ മാറിയാൽ പോരെ? ശൗര്യക്കുട്ടി അത് തന്നെ ചെയ്തു. ഷർട്ടും ട്രൗസറും തെങ്ങും പറമ്പിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് തിരികെ വന്ന എമിലിയോട് ഒതുക്കത്തിൽ പറഞ്ഞു, അമ്മ, ഞാൻ ചൂണ്ടയ്ക്ക് പോവുക, അവരെ കാണാണ്ട് പൊക്കോ. ഡെന്നിച്ചനെയും ജാനറ്റിനെയും ഉദ്ദേശിച്ച് എമിലി പറഞ്ഞു. ശൗര്യക്കുട്ടി തെങ്ങും പറമ്പും താണ്ടി തോട്ടുവക്കത്തേക്ക് നടന്നു. ചോലമരങ്ങളും വള്ളിപ്പടർപ്പുകളും കുറ്റിച്ചെടികളും കൊണ്ട് കാടിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന തോട്ടുവക്കത്ത് നിന്ന് കൊണ്ട് അവൻ ഡ്രസ് മാറി ധരിച്ചു. ചൂണ്ട ഒളിപ്പിച്ചു വെച്ചു. ചെത്തിയിലേക്കുള്ള തീരദേശ റോഡ് ശൗര്യക്കുട്ടിക്കറിയാം. ആ റോഡിലേക്ക് ചെന്നെത്തേണ്ടത് ഒരു പോക്കറ്റ് റോഡിൽ കൂടിയാണ്. അതിലേ പോകുമ്പോൾ ആരും കാണില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശൗര്യക്കുട്ടി ഓടിയത്. സദാസമയം ആൾ സഞ്ചാരമുള്ള വഴിയാണ്. പരിചയക്കാരുടെ കണ്ണിൽപ്പെട്ടാൽ അവർ ചെന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തേക്കാൻ സാധ്യതയുണ്ട്. എമിലിയെ, നിങ്ങളുടെ മോൻ ശൗരി കിഴക്കും ഭാഗത്തേക്ക് ഓടണ കണ്ടല്ലോ. എതിരെ ആരെങ്കിലും വരുമ്പോൾ ശൗര്യക്കുട്ടി ഓട്ടം നിർത്തി തല താഴ്ത്തി പിടിച്ച് നടന്നു. എതിരെ വരുന്നവരെ അവൻ നോക്കുന്നേയില്ല. അവർ വലതുഭാഗത്തു കൂടിയാണ് വരുന്നതെങ്കിൽ ശൗര്യക്കുട്ടിക്ക് കാണാനുള്ള കാഴ്ചയെല്ലാം ഇടതുഭാഗത്താണ്. അങ്ങനെ മെയിൻ റോഡിലെത്തിയ ശേഷം ശൗര്യക്കുട്ടി ഓട്ടം പിടിച്ചു. മഴ പെയ്യില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓട്ടം. കളക്ടർ അവധി പ്രഖ്യാപിച്ച കാരണം മഴയും അതിൻ്റെ കൂടാരത്തിലിരിപ്പാണ്. അവധി കഴിഞ്ഞിട്ടേ ഇനി പെയ്യുന്നുള്ളൂ എന്നാണ് മട്ട്. 3-3.5 കിലോമീറ്റർ ശൗര്യക്കുട്ടി ഓടി. അങ്ങനെ ചെത്തിക്കടപ്പുറത്തെത്തി. ട്രൗസറിൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കി. ജാനറ്റിൻ്റെ വരയിടാത്ത ബുക്കിൽ നിന്ന് കീറിയെടുത്ത 4 താളുകൾ അവൻ ട്രൗസറിൻ്റെ പോക്കറ്റിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോട്ടടിക്കാനുള്ള കടലാസാണിത്. തെറ്റ് വരാതെ അടിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 8 നോട്ടുകൾ അടിക്കാനുള്ള കടലാസുണ്ട്. 100 രൂപയുടെ നോട്ട് അടിക്കണോ അതോ 50 രൂപയുടെ മതിയോ എന്ന കാര്യത്തിൽ ശൗര്യക്കുട്ടിക്ക് ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. പറ്റിയാൽ 100 രൂപയുടെ തന്നെ വേണം. 8 നോട്ട് അടിച്ചാൽ 800 രൂപ. അതിൽ നിന്ന് 100 രൂപ എടുത്തിട്ട് ബാക്കി അമ്മയുടെ കയ്യിൽ കൊടുക്കണം. അരി വാങ്ങാൻ പോലും കാശില്ലാതെ നട്ടം തിരിയുന്ന അമ്മയുടെ കയ്യിൽ 700 രൂപ. എന്തോരു സന്തോഷമായിരിക്കും അമ്മയ്ക്ക്. ഇതെവിടുന്ന് കിട്ടിയടാ മോനെ? എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന്. അവൻ്റെ വീട്ടിൽ പോട്ടേന്ന് ചോദിച്ചപ്പോൾ അമ്മ വിട്ടില്ലല്ലോ. വിട്ടോ? ശരിയാണ്, അമ്മയ്ക്ക് കുറ്റബോധം തോന്നും.
ചോദിച്ചപ്പോഴേ വിടേണ്ടതായിരുന്നു. ചിലപ്പോൾ അമ്മ ജാനറ്റിൻ്റെ വരയിടാത്ത ബുക്ക് അപ്പാടെ തന്നിട്ട് പറയാനും മതി. ശൗരിക്കുട്ടി, മോനെ, നീ ഇതും കൂടെ കൊടുത്ത് നോട്ടടിച്ചോണ്ട് വാടാ. അത് ഓർത്തപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ശൗരിക്കുട്ടിക്ക്. കുറേ ഓടിയിട്ട് ശൗരിക്കുട്ടി നടക്കാൻ തുടങ്ങി. കാല് വിറച്ചിട്ട് വയ്യ. വിശപ്പ് വയറ്റിൽ കിടന്നലർന്നു. ശൗരിക്കുട്ടിയുടെ നടപ്പിൻ്റെ വേഗവും കുറഞ്ഞു. കാലിൻ്റെ വിറയൽ അല്പം കഴിയുമ്പോൾ ശൗരിക്കറിയാം. വിശപ്പിൻ്റെ കാഠിന്യത്തിൽ ആ വിറയൽ അവൻ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. അരയ്ക്ക് കീഴ്പോട്ട് കുഴഞ്ഞു പോയതുപോലെ തോന്നും. ശരീരത്തിലൂടെ ഒരു പെരുപ്പ് അരിച്ചു കയറും. ഒരു ഗ്ലാസ് വെള്ളം പോലും കയ്യിലെടുത്ത് പിടിക്കാൻ ശക്തിയില്ലെന്ന് തോന്നും. അത് മിനിറ്റുകളോളം നീണ്ടു നിൽക്കും. ആ സമയത്ത് ആഹാരം കൺമുമ്പിലുണ്ടെങ്കിൽ അതിനുവേണ്ടി യാചിക്കാൻ തോന്നും. എടുത്തുകൊണ്ട് ഓടാൻ തോന്നും. മോഷ്ടിക്കാൻ തോന്നും. മീനായാലും ഇറച്ചിയായാലും പച്ചക്കറിയായാലും പച്ചയ്ക്ക് എടുത്ത് തിന്നാൻ തോന്നും. അതും ശൗരിക്കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ തളർച്ചയിൽ ശൗരിക്കുട്ടി ഓർത്തത് മൈക്കേലിൻ്റെ വീട്ടിലെ ഭക്ഷണത്തെക്കുറിച്ചാണ്. താൻ അവിടെ ചെല്ലുമ്പോൾ ഉച്ച സമയമായിരിക്കും. അവിടെ ചോറും കറികളും റെഡിയായിരിക്കും. മൈക്കേൽ തന്നെ ചോറുണ്ണാൻ വിളിച്ചേക്കും. വിളിച്ചില്ലെങ്കിലും താൻ പറയും, മൈക്കേലേ, എനിക്കിത്തിരി ചോറ് തരണം കേട്ടോ. വിശന്നിട്ട് കാല് വിറയ്ക്കണ്. മൈക്കേൽ തരാതിരിക്കില്ല. അത് ഓർത്തപ്പോൾ അവന് നിഗൂഢമായൊരു സന്തോഷം തോന്നി. ശൗര്യക്കുട്ടി ഇനി ഒരു ചൂട് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ തളർന്നു നിന്നുപോയി. ഉടലാകെ വിശപ്പിൻ്റെ പെരുപ്പ് പടർന്നു കയറുന്നു. കണ്ണിൽ കുറേശ്ശെ ഇരുട്ട് കലരുന്നു. താൻ എവിടെയാണ്? എങ്ങോട്ട് പോവുകയാണ്? എന്തിനാണ് പോകുന്നത്? ഇതൊന്നും അറിയാത്ത പോലെ ബുദ്ധി മന്ദീഭവിച്ച് സ്ഥലകാലം വിസ്മരിച്ച് ഒരു ചെറു കാറ്റിൽ പോലും അടർന്നു വീഴാൻ പോകുന്ന ഞെട്ടറ്റ് തൂങ്ങിയ ഇല പോലെ അവൻ നിന്നുപോയി. പതുക്കെ പതുക്കെ കണ്ണിലേക്ക് പ്രകാശം വന്നു. ശൗര്യക്കുട്ടി സ്വയം നോക്കി. ഇലക്ട്രിക് പോസ്റ്റിൽ പിടിച്ചു നിൽക്കുകയാണ് വീഴാതിരിക്കാൻ. വീട്ടിലാണെങ്കിൽ അപ്പോഴേ ഭിത്തി ചാരി തിണ്ണയിലിരിക്കുകയാണ് പതിവ്. വിശന്ന് ഓടിയതുകൊണ്ടാണ് ഇത്ര വേഗം തളർന്നു പോയത് എന്ന് അവന് മനസ്സിലായി. ഇപ്പോൾ കാലുകൾ വിറയ്ക്കുന്നില്ല. തളർച്ച മാറിക്കൊണ്ടിരിക്കുന്നു. ശൗര്യക്കുട്ടി നടന്നു. കുറച്ചുകൂടി കരുത്തി തോന്നിയപ്പോൾ അവൻ ഓടാൻ തുടങ്ങി. കുറച്ചു മുമ്പ് മൈക്കേലിൻ്റെ വീട്ടിൽ ചെന്ന് ചോറ് തരുമോ എന്ന് ചോദിക്കണം എന്ന് ചിന്തിച്ചു തോർത്ത് അവന് ലജ്ജ തോന്നി. ശൗര്യക്കുട്ടി ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല. എന്തൊരു നാണക്കേടാണത്. ശൗര്യക്കുട്ടി അഭിമാനമുള്ളവനാണ്. അമ്മ പറഞ്ഞിട്ടുണ്ട്, എത്ര പട്ടിണി കിടന്നാലും ആരുടെ മുൻപിലും നാണം കെടരുത് എന്ന്. ഇനി അഥവാ മൈക്കേൽ ചോറുണ്ണാൻ വിളിച്ചു എന്നിരിക്കട്ടെ, ശൗര്യക്കുട്ടി ആ ചോറുണ്ണില്ല. എനിക്ക് വേണ്ടടാ എന്ന് മാത്രം പറയും. അത്ര തന്നെ. അത്രയും ചിന്തിച്ചപ്പോൾ ശൗര്യക്കുട്ടിക്ക് തന്നെപ്പറ്റി ഒരഭിമാനം തോന്നി. ഓടിയും നടന്നുമൊക്കെയായി ശൗരി 3-3.5 കിലോമീറ്റർ താണ്ടി ചെത്തി കടപ്പുറത്തെത്തി. കടപ്പുറത്ത് കൂടി തന്നെ വന്നാൽ ഇതിലും ദൂരക്കുറവായിരുന്നു എന്ന് അവന് തോന്നി. പണ്ട് അവൻ അങ്ങനെ വന്നതിൻ്റെ ഓർമ്മ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അനവധി അടികളുടെ പുളച്ചിലോടെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ അന്ന് ഓർമ്മ അത്ര തെളിഞ്ഞിരുന്നില്ല. അത് കാരണം ദൂരവും കണ്ട കാഴ്ചകളും എല്ലാം അവ്യക്തതയിലാണ്. കാരക്കാട്ട് തോബിയസിൻ്റെ വീട് കണ്ടുപിടിക്കാൻ അവൻ ചെത്തിയുടെ തീരപ്രദേശത്തെ പല റോഡുകളിലും പല കൈവഴികളിലും അലഞ്ഞു. പലരോട് ചോദിച്ചു. ചെല്ലിക്കടപ്പുറത്ത് നിന്ന് നടന്നു വന്ന കുട്ടിയാണല്ലോ എന്നോർത്ത് ഒരു വൃദ്ധൻ അവന് ശരിയായ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ വീടിനടുത്ത് വരെ അവൻ്റെ കൂടെ വഴികാട്ടിയായി ചെല്ലുകയും ചെയ്തു. ശൗരി പല വൃദ്ധന്മാരെയും കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു വയ്യായിക ഉള്ളതായി അവന് തോന്നിയിട്ടുണ്ട്. നടപ്പിൽ, നോട്ടത്തിൽ, സംസാരത്തിൽ, ചലനത്തിൽ ആ ഒരു പ്രായം ചെന്ന വയ്യായിക പ്രകടമാകും. ഇപ്പോൾ അവന് വഴികാട്ടി കൊടുത്ത വൃദ്ധൻ അവനെ അതിശയിപ്പിച്ചു. നല്ല ആരോഗ്യമുള്ള വൃദ്ധൻ. എന്നാൽ തലയും താടിയുമെല്ലാം വെള്ളിനാര് പോലെ നരച്ച വൃദ്ധൻ. നല്ല ചുറുചുറുക്ക്. ഒരു വലിയ ജനക്കൂട്ടത്തെ നയിച്ചു കൊണ്ടുപോകുന്ന മോശയുടെ ചിത്രം പലയിടത്തും അവൻ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരാൾ. ദാ ആ കാണുന്നതാ തോബിയസിൻ്റെ വീട്. ആ വൃദ്ധൻ ചൂണ്ടിക്കാട്ടി. ശൗരി നന്ദിയോടെ അയാളെ നോക്കി. അയാളില്ലെങ്കിൽ താൻ കുറേ വലഞ്ഞേനെ എന്നവന് ബോധ്യപ്പെട്ടു. ചിലപ്പോൾ മൈക്കേലിൻ്റെ വീട് കണ്ടുപിടിക്കാൻ പോലും കഴിയാതെ നിരാശപ്പെട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. കരിമ്പാറകൾ അടുക്കി കടൽ ഭിത്തി നിർമ്മിച്ചതിനപ്പുറം കാണാൻ ഭംഗിയുള്ളൊരു ഇടത്തരം വീട്. വീടിന് ചുറ്റുമായി 6-7 തെങ്ങുകൾ. വീടിനു മുന്നിൽ ഇലക്ട്രിക് പോസ്റ്റ്. വേലി കെട്ടി അതിര് തിരിച്ച ഒരു തുണ്ട് ഭൂമിക്ക് നടുവിലാണ് ആ വീട്. വീടിൻ്റെ പിൻഭാഗത്ത് വിശാലമായ ചതുപ്പും അതിനപ്പുറം കടപ്പുറവും പിന്നെ നീലക്കടലും. ശൗരി ആ മുറ്റത്തേക്ക് കയറി ചെന്ന് വിളിച്ചു. മൈക്കേലേ, എടാ മൈക്കേലേ. പരിചിതമായ സ്വരം കേട്ട് വരാന്തയിലേക്ക് ചാടി ഇറങ്ങി വന്ന മൈക്കേൽ ശൗരിയെ കണ്ട് അന്തം വിട്ടു നിന്നു.
ഡാ ശൗരി നീ? ഞാനാ. ശൗരി ചിരിച്ചു. മൈക്കേൽ ഓടി ഇറങ്ങി വന്ന് അവൻ്റെ കൈക്ക് പിടിച്ചു. കേറി വാടാ. ശൗരി സന്തോഷത്തോടെ വരാന്തയിലേക്ക് കയറി. നീ എങ്ങനെ വന്നടാ? അതിശയം തീരാതെ മൈക്കേൽ ചോദിച്ചു. ഞാനിങ്ങ് പോന്നു. എങ്ങനെ കണ്ടുപിടിച്ചു? കുറേ നടന്ന്. പിന്നെ തലയൊക്കെ പഞ്ഞു കണക്ക് നരച്ച ഒരാൾ കാട്ടിത്തന്നു. എന്നാലും നീ എങ്ങനെ വന്നടാ? അതൊരു ചോദ്യമല്ല. തന്നെ തേടി തൻ്റെ കൂട്ടുകാരൻ അനേകം തടസ്സങ്ങളെ മറികടന്നു വന്നതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ്. മമ്മി. മൈക്കേൽ അമ്മയെ വിളിച്ചു. ലൈസ അമ്മ അടുക്കളയിൽ മെഴുക്ക് വരട്ടി അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. മൈക്കേൽ 3-4 തവണ വിളിച്ചപ്പോഴേക്കും അവർ സ്റ്റൗ കെടുത്തി വരാന്തയിലേക്ക് ചെന്നു. മമ്മി, ഇവനാ ശൗര്യക്കുട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ലൈസമ്മ ശൗര്യയെ അടിമുടി നോക്കി. ഇവനാണോ? ലൈസമ്മയുടെ മനസ്സിൽ ശൗര്യക്കുട്ടിയെപ്പറ്റി മൈക്കേൽ പറഞ്ഞു കൊടുത്ത ചിത്രം കുറെ കൂടി മിഴിവുള്ളതായിരുന്നു. വെളുത്ത് തുടുത്ത സുന്ദരനും ആരോഗ്യവാനുമായൊരു ശൗര്യക്കുട്ടിയെയാണ് അവർ പ്രതീക്ഷിച്ചത്. ശൗര്യക്കുട്ടിയുടെ കഴിവുകളെപ്പറ്റിയും വീരകഥകളെപ്പറ്റിയും മൈക്കേൽ അത്രയ്ക്ക് വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ മുൻപിൽ നിൽക്കുന്നത് മെലിഞ്ഞിരുനിറക്കാരനായ ഒരു ചെക്കൻ. ആരുടെ കൂടെ വന്ന്? എങ്ങനെ വന്ന്? വീടറിയായിരുന്നു? ലൈസമ്മ തിരക്കി. അവനിങ്ങ് പോന്നു മമ്മി, നടന്ന്. കർത്താവേ, ചെല്ലിക്കടപ്പുറത്തുനിന്ന് ഈ കൊച്ച് നടന്നു വന്നെന്നോ? ഇവനുണ്ടല്ലോ 3 വയസ്സായപ്പോൾ കടപ്പുറത്തൂടെ നടന്നു വന്നിട്ടുണ്ട് ചെത്തിക്ക്. ആരോടും പറയാണ്ടേ. അന്ന് അമ്മ ഇവനെ പിടിച്ച് കുറേ തല്ലുകയും ചെയ്തു. ലൈസമ്മയോട് മൈക്കേൽ പറഞ്ഞു. എന്നെ കാണാൻ വന്നതാണ് മമ്മി. മൈക്കേൽ അഭിമാനം പൂണ്ടു. വീട്ടിൽ പറഞ്ഞിട്ടാ വന്നേ? ലൈസമ്മ ചോദിച്ചു. ഞാൻ ചൂണ്ടയ്ക്ക് പോയതാ. ആ കൂടെ ഇങ്ങോട്ട് പോന്നു. വീട്ടുകാരെ അന്വേഷിക്കത്തില്ലേ? ഞാൻ ചൂണ്ടയ്ക്ക് പോയ കുറേ നേരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോണേ. എന്നാലും എൻ്റെ കൊച്ചെ, നീ ഒറ്റയ്ക്ക് എങ്ങനെ കണ്ടുപിടിച്ചെന്നാ? വല്ലാത്ത ധൈര്യം തന്നെ. എന്നെ കാണാൻ വന്നതാ മമ്മി, മൈക്കേൽ ആവർത്തിച്ചു. അവൻ ശൗര്യയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താനും അനുജത്തെയും കിടക്കുന്ന മുറിയും പപ്പയും മമ്മിയും കിടക്കുന്ന മുറിയും ഇരിപ്പുമുറിയും പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലവും എല്ലാം കാണിച്ചു കൊടുത്തു. വീട്ടിനുള്ളിലെ കൗതുക വസ്തുക്കൾ, കരകൗശല സാധനങ്ങൾ, TV, റേഡിയോ തുടങ്ങിയ സാധനങ്ങളും എല്ലാം കാണിക്കുക മാത്രമല്ല പ്രവർത്തിപ്പിക്കുകയും ശൗര്യയെ കൊണ്ട് അതിൻ്റെ സ്വിച്ചും നോബും തിരിപ്പിക്കുകയും ചെയ്തു. ശൗര്യയ്ക്ക് ഇതെല്ലാം കൊച്ചു കൊച്ചു അത്ഭുതങ്ങളായിരുന്നു. മൈക്കേൽ ശൗര്യയെ വിളിച്ച് തട്ടും പുറത്ത് കയറ്റിക്കൊണ്ടു പോയി. അവിടെ മൈക്കേലിൻ്റെ പഴയ കളിപ്പാട്ടങ്ങളും കിടപ്പുണ്ടായിരുന്നു. കാറുകൾ, ടാങ്കിൽ ലോറികൾ, ബസ്സുകൾ, മുച്ചക്ര സൈക്കിൾ, ഇങ്ങനെ ശൗര്യയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും തൊടാൻ പോലും കിട്ടിയിട്ടില്ലാത്ത കളിപ്പാട്ടങ്ങൾ. ശൗര്യക്കുട്ടി മുച്ചക്ര സൈക്കിളിൽ കയറിയിരുന്ന് തട്ടും പുറത്തു കൂടി ചവിട്ടി രസിച്ചു. എത്ര നേരം സൈക്കിൾ ചവിട്ടിയിട്ടും അവന് മതി വരുന്നില്ല. ഇതൊക്കെ എന്ത് രസമാണെന്ന് അവൻ ഓർത്തു. തനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊന്ന് കിട്ടുകയില്ല. ആരും വാങ്ങിത്തരില്ല. അവരങ്ങനെ തട്ടും പുറത്ത് കളിച്ചുകൊണ്ടിരിക്കെ ലൈസാമ്മ വന്ന് മൈക്കേലിനെ വിളിച്ചു. മൈക്കേൽ ഗോവണി ഇറങ്ങി താഴേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ലൈസാമ്മ വീണ്ടും പാതി കോണിപ്പടി കയറി വന്ന് ശൗര്യയെ വിളിച്ചു. ശൗര്യക്കുട്ടിയെ, വാ, ചോറുണ്ണാം. ശൗര്യക്കുട്ടിയുടെ വിശപ്പെല്ലാം കൂടി വയറ്റിൽ കിടന്ന് ആർത്ത് വിളിച്ചു. പോകാം, ചോറുണ്ണാം, എഴുന്നേറ്റ് ചെല്ല്. ഇല്ല, എനിക്ക് വേണ്ട, ശൗര്യക്കുട്ടി സ്വയം വഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ വേണ്ടാത്തെ? ഇത്രയും ദൂരം നടന്നു വന്നതല്ലേ. എനിക്ക് വിശപ്പില്ല. ആത്മാഭിമാനം വിടാതെ ശൗര്യക്കുട്ടി പറഞ്ഞു. ലൈസാമ്മ മരക്കോണി ഇറങ്ങിപ്പോയി. ഒന്നുകൂടെ വിളിക്കേണ്ടതല്ലേ? നിർബന്ധിക്കേണ്ടതല്ലേ? കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകേണ്ടതല്ലേ? അതൊന്നും ചെയ്തില്ലല്ലോ. ശൗര്യക്കുട്ടിക്ക് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു. അടുത്ത ഭാഗം നാളെ.